മാർക്കിന്റെയും ഇർവിങ്ങിന്റെയും ഡിലാന്റെയും വീട് നമ്മൾ കണ്ടു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഹെലീന ഏഗന്റെ വീട്ടിൽ നിന്നാണ് സെവറൻസിന്റെ ഈ പുതിയ എപ്പിസോഡ് ആരംഭിക്കുന്നത്. വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ ബ്ലങ്കാവ്, ഐസൊലേറ്റഡായി ചുറ്റും മഞ്ഞുമൂടി കിടപ്പുള്ള ഒരു ഗ്ലാസ് വില്ല. സ്വിമ്മിംഗ് പൂളിലെ നീരാട്ടമൊക്കെ കഴിഞ്ഞ് ഹെലീന ബ്രേക്ക്ഫാസ്റ്റിനെത്തുമ്പോൾ അവിടെ തന്നെയുണ്ട് അവരുടെ പിതാവ് കറന്റ് ലൂമൻ CEO ജെയ്മി ഈഗൻ. ഹെലീനെ ഒറ്റയ്ക്കിരുത്തി പുഴുങ്ങിയ മുട്ട കഴിപ്പിച്ചിട്ട് മഞ്ഞ് വകഞ്ഞു മാറ്റിയ വഴികളിലൂടെ അവർ കാറിൽ പോകുമ്പോൾ നമുക്ക് കാണാം ലൂമന്റെ ഒരു ടവർ, ഏക്കറോളം കിടക്കുന്ന ഒരു സ്ഥലം. ഇവിടെ നമ്മൾ പോകുന്നത് വിന്റർ ടൈഡ് ഫെലോഷിപ്പ് കിട്ടി നിൽക്കുന്ന മിസ് ഹ്വാങ്ങിനടുത്തേക്ക്. യൂസ്റ്റിസ് ഹ്വാങ്, കുട്ടിയുടെ യഥാർത്ഥ പേര്. മുമ്പ് കൊബേലിന്റെ കയ്യിൽ കണ്ടത് കിയർ ഈഗന്റെ മാൻഡ്രേക്ക് ശില്പമാണെങ്കിൽ ഇവിടെ ജെയ്മി ഈഗന്റെ തല പുരസ്കാരമായി എടുത്തു വെച്ചിരിക്കുകയാണ് മിൽച്ചിക്. വിന്റർ ടൈഡ് ഫെലോഷിപ്പ് പൂർത്തിയാക്കിയതിന് അഭിനന്ദനമൊക്കെ അർപ്പിച്ച് ഇനി മറ്റിടത്തുള്ള ഗണാൽ ഈഗൻ എംപതി സെന്ററിൽ പരിചാരകയായി നിയമനം ലഭിക്കാൻ പോവുകയാണെന്നും വൈകാതെ തന്നെ നിന്റെ ബെഡും മറ്റുമൊക്കെ പാരന്റ്സിന്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്നും അറിയിക്കുമ്പോൾ എന്നാൽ ഹോങ് കരുതിയിരുന്നത് 3 മാസം എന്തായാലും ഇവിടെ തന്നെ ആയിരിക്കുമെന്നായിരുന്നു. ഇത്ര പെട്ടെന്ന് പോകാൻ മനസ്സ് വരുന്നില്ല പാവം, എന്നാ അത് പറയാനും വയ്യ. ഇന്നത്തെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഫെലോഷിപ്പ് പുരസ്കാരം ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു ത്യാഗം ചെയ്യണമെന്ന് നിയമപുസ്തകത്തിൽ പറഞ്ഞതുപോലെ നീയും ചെയ്യണമെന്ന് പറഞ്ഞ് മിൽച്ചിക് ഹ്വാങ്ങിന്റെ പക്കലുള്ള ആ കളിപ്പാട്ടം, നമ്മൾ മുമ്പ് കണ്ട ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന പോലത്തെ സാമാനം, അത് ടേബിളിൽ വെക്കാൻ പറഞ്ഞിട്ട് ശില്പം വെച്ച് അടിച്ചു പൊട്ടിക്കാൻ പറയുന്നു. ചെറിയ വിഷമത്തോടെ ആണെങ്കിലും ഇങ്ങനൊരു ത്യാഗം ചെയ്ത് അവൾ ഉപഹാരമായി പോകുമ്പോൾ ഡിലാന്റെ വീട്ടിലിപ്പോൾ ഗ്രച്ചൻ ഇട്ടിരിക്കുന്ന യൂണിഫോം വെച്ച് അവർ 911 എമർജൻസി സർവീസിലാണെന്ന് മനസ്സിലാക്കാം. രാവിലെയുള്ള ജോലി തിരക്കിൽ വല്ലാണ്ട് നിൽക്കുന്ന ഗ്രച്ചൻ ഒടുവിൽ ലൂമനിൽ വെച്ച് ഇന്നി ഡിലാനെ കണ്ട് കിസ് ചെയ്ത കാര്യം ഔട്ടി ഡിലാനോട് തുറന്നങ്ങ് പറയുവാണ്. അയാൾക്കിത് കേൾക്കുമ്പോഴുള്ള ദേഷ്യത്തിന്റെ പ്രധാന കാരണം മുമ്പ് ലൂമനിലെ മീറ്റിനെ പറ്റി തിരക്കിയപ്പോൾ ഗ്രച്ചൻ കണ്ടില്ലെന്ന് കളവ് പറഞ്ഞതാണ്. ഇന്നി തികച്ചും മറ്റൊരാളെന്ന പോലെ ഡിലാൻ പെരുമാറി ഇക്കാര്യം ഒരു അവീത രീതിയിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ഗ്രച്ചൻ ന്യായീകരിച്ച് ഇന്നിയിൽ നിങ്ങളുടെ പണ്ടത്തെ ആ പ്രസന്നതയൊക്കെ ഫീൽ ചെയ്തെന്ന് പറയുന്നതിലും ഡിലാൻ ഇങ്ങനാണെങ്കിൽ ജോലി മതിയാക്കി അവന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുമെന്ന് ഇന്നി ഡിലാനെ പറ്റി ക്ഷോഭിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്നു. നിലവിൽ ജോലിയൊന്നുമില്ലാത്ത ഇർവിങ്ങിന്റെ കാര്യം നോക്കിയാൽ അയാൾ രാവിലെ പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ കാണാം വീട്ടിലെ പട്ടി എന്തോ കണ്ട് പകച്ചിരിക്കുന്ന പോലെ കണ്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവിടുതായിരിക്കുന്നു ബർട്ട്. അയാൾ വീട് അതിക്രമിച്ച് കയറിയതും പോരാ ഇർവിങ്ങിന്റെ ചില എഴുത്തുകളെടുത്ത് വായിക്കുകയും ചെയ്യുന്നു. ആ എഴുത്തോ ലൂമനെ കുറിച്ചുള്ളതും അടുത്ത് നടന്ന ചില മരണങ്ങളും കാണാതാവലുമെല്ലാം ലൂമനുമായി കണക്ഷൻ ഉണ്ടെന്നും ബർട്ട് ലൂമന് വേണ്ടി രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു ഗുണ്ടയാണെന്നും സംശയമുണ്ട് എന്നെല്ലാം ഉള്ള നോട്ട് വായിച്ചുകൊണ്ട് ബർട്ട് ഇർവിങ്ങിനെ ഒന്ന് നോക്കുമ്പോൾ അതെല്ലാം മുമ്പ് എഴുതിയതായിരുന്നു എന്ന് അയാളും. ഇപ്പോൾ എല്ലാം മനസ്സിലായല്ലോ, അതെല്ലാം തെറ്റായിരുന്നു എന്നും ബർട്ട് അവർക്കൊപ്പം അല്ലായിരുന്നു എന്നും പറഞ്ഞു നിൽക്കുമ്പോൾ ഒന്ന് കറങ്ങിയിട്ട് വന്നാലോന്ന് ചോദിച്ച് ബർട്ട് വിളിക്കുന്നതിലും ഇർവിങ് ഒടിയാൻ ശ്രമിക്കുന്നത് കണ്ട് അയാൾ വീണ്ടും വീണ്ടും ആ ചോദ്യം ചോദിച്ച് ഇർവിങ്ങിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. തുടക്കത്തിലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ ഇർവിങ്ങിന്റെ കാര്യം എന്തായെന്നൊക്കെ ഹെലീന ജെയ്മിയുമായി സംസാരിക്കുന്നത് കേട്ടിരുന്നു. ഇനി കൊണ്ടുപോക്ക് വല്ല ദുരിതാശ്യവുമാണോ? കണ്ടറിയാം. നമ്മൾ ലൂമനിലേക്ക് പോവുകയാണ്. മഞ്ഞിനാൽ ചുറ്റപ്പെട്ട വിൻറ്റേജ് മോഡൽ കാറുകൾ മാത്രം കിടപ്പുള്ള ലൂമൻ ഇൻഡസ്ട്രീസിലേക്ക്. അണ്ടർഗ്രൗണ്ടിൽ ഡോക്ടർ മവേർ ഇരുന്ന് ജമ്മയുടെ ഓരോ ചലനങ്ങളും മോണിറ്റർ ചെയ്യവേ കോൾഡ് ഹാർബർ അപ്ഡേറ്റ് നോക്കുമ്പോൾ അത് കഴിഞ്ഞ ദിവസം കണ്ട 96% തന്നെ കിടക്കുവാണ്, അനക്കമില്ല. അതായത് മാർക്ക് ജോലി തുടങ്ങിയിട്ടില്ലെന്നർത്ഥം. അയാളോട് തന്നെ ഇക്കാര്യം വിളിച്ച് നോബിയെ അറിയിക്കുന്നു. നോബി നേരെ മിൽച്ചിക്കിനെ വിളിച്ച് ഡ്യൂട്ടി ടൈമായ 9 മണി കഴിഞ്ഞിട്ടും നമ്പറുകളൊന്നും മാറുന്നില്ലെന്നും കോൾഡ് ഹാർബറിന്റെ അവസാനത്തെ കോട്ട ഇന്നാണെന്നുള്ള വിശ്വാസത്തിലാണെന്നും മാർക്കിനെ പെട്ടെന്ന് ഇവിടെ എത്തിക്കാനും നിർദ്ദേശം കൊടുക്കുന്നു. മിൽച്ചിക്കിന് അടുത്ത തലവേദന. ഇനി മാർക്ക് വരാത്തതെന്ന് വിളിച്ച് തിരക്കണം പോലും. ഫ്ലോറിലേക്ക് എത്തുന്ന ഹെല്ലി ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. മാർക്ക് തീർച്ചയായും ഡിവോണിനൊപ്പം മറ്റു പദ്ധതികളിലാണ്. പക്ഷേ ഡിലാൻ എവിടെ? അയാൾ അവിടെ ഗ്രച്ചനുമൊപ്പമുള്ള സംസാരത്തിലാണ്. അവർ ഇനി ഡിലാനോട് രാവിലെ നടന്ന കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ നമ്മുടെ കാര്യം ഔട്ടിയോട് പറഞ്ഞെന്നും അത് നല്ല രീതിയിൽ പോയിട്ടില്ല എന്ന് ഗ്രച്ചൻ പറയുമ്പോൾ സാരമില്ല, ഞാൻ നിന്നെ സന്തോഷിപ്പിക്കുന്നത് കൊണ്ട് മെല്ലെ അയാൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഇനി ഡിലാൻ. എന്നാൽ പാവത്തിന് ആകെ വേദനകളാണ്. ഗ്രച്ചൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ തമ്മിൽ ഇനി കാണില്ലെന്ന് പറയാനാണ്. തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു മീറ്റ് വേണ്ടിയിരുന്നില്ലെന്നും തെറ്റായി പോയെന്നൊക്കെ അവർ പറയുമ്പോൾ എന്നാൽ ഡിലാൻ ഇപ്പോഴാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പർപ്പസ് ഉണ്ടാവുന്നത്, കുറെ നമ്പറുകൾ നോക്കി സമയം കളഞ്ഞതല്ലാതെ. പിരിയല്ലേ എന്ന് പറയുന്ന പോലെ അയാൾ നിറകണ്ണുകളോടെ പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു മോതിരമെടുത്ത് പ്രപ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാണുന്ന ഗ്രച്ചന് അതിലേറെ സങ്കടം. മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥ. വളരെ വിഷമത്തോടെ രമ്യമായി പറ്റില്ലെന്നും ഞാൻ പോവുകയാണെന്നും പറഞ്ഞവർ ഇറങ്ങി പോകുന്നു. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ഡിലാന്. നമ്മുടെ മാർക്ക് ഇപ്പോൾ ഡിവോണുമൊത്ത് ഹാർമണി കൊബേലിനെ കാണാൻ പോവുകയാണ്. ബോധം തിരിച്ചു വന്നോന്നറിയാൻ നീ എവിടെയാണെന്നറിയാവോ, ഞാൻ ആരാണെന്ന് പിടികിട്ടിയോ എന്നൊക്കെ ഡിവോൺ ചോദിക്കുന്നതിന് എന്തായാലും കൃത്യമായി മറുപടി നൽകുന്നതോടെ ആള് നോർമലായി വരുന്നു എന്ന് മനസ്സിലാക്കാം. എന്നാലും പാവം വിട്ടുമാറാത്ത ചുമയോടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചെയ്യുന്നതൊന്നും ശരിയായ കാര്യമല്ല. കാരണം വർഷങ്ങളായി കൂടെ എന്ന് ചതിച്ച ഹാർമണിയാണ് ഇപ്പോൾ നേരിട്ട് കാണാൻ പോകുന്നത്. തലയിലൊരു തുളയുമായി ആരുമില്ലാതെ കിടക്കുന്ന നിനക്കിപ്പോൾ ഏക വഴി ഇതാന്നും പറഞ്ഞ് ഡിവോൺ കാർ റോഡിൽ നിന്നും ഒരൊഴിഞ്ഞിടത്തേക്ക് തിരിച്ച് ഓടിച്ചുകൊണ്ട് നിർത്തുമ്പോൾ കൊബേൽ വന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലമാണത്. അവരാണെങ്കിൽ കാണാനുമില്ല. ഇതിനിടയിൽ ഓഫീസിൽ വരാത്തതിന്റെ കാരണം തിരക്കാൻ മിൽച്ചിക്ക് വിളിക്കുന്നതിലും ഡിവോണിന്റെ നിർദ്ദേശപ്രകാരം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇവിടെ വരാൻ പറഞ്ഞത് ഇനിയൊരു ട്രാപ്പ് ആണെങ്കിലോ എന്നാണ് മാർക്ക് സംശയിക്കുന്നത്.
ആണെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ ഇതല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞ് ഡിവോൺ കാത്തിരിപ്പോ എന്ന് പറയുമ്പോൾ ഇതേ സമയം ഡിപ്പാർട്ട്മെന്റിൽ ആരെയും കാണാത്തത് കൊണ്ട് ഹെല്ലി നേരെ ഓഫീസിലേക്ക് കയറി ചെന്ന് മിൽച്ചിക്കിനോട് മാർക്ക് എവിടെയെന്ന് ചോദിക്കുവാണ്. ഇത് 2ാം ദിവസമാണ് മാർക്ക് ഇല്ലാഞ്ഞിട്ട് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ മാർക്കിന് നോസ് ബ്ലീഡ് ഉണ്ടായിട്ട് ഇത് 2ാം ദിവസമാണെന്ന് മനസ്സിലാക്കാം. ഈ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ട് മാർക്ക് ഓക്കെ ആണോന്ന് ചോദിക്കുന്നതിലും മിൽച്ചിക്കൊന്നും പറയുന്നില്ല. വെളിപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഇതുമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഇതേപ്പറ്റിയെല്ലാം നിങ്ങൾ തിരക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ മാർക്ക് ഡിപ്പാർട്ട്മെന്റ് ചീഫ് ആണെന്ന് നിൽക്കുന്ന ഹെല്ലിയെ കണ്ട് മാർക്കില്ലാത്തപ്പോൾ ഡിലാനാണ് ചാർജ് എന്ന് മറുപടി. കൊബേലിന്റെ സ്ഥാനത്ത് ഇപ്പോൾ മിൽച്ചിക്ക് ഇരിക്കുന്നതിനെ പറ്റി ഹെല്ലി എടുത്തിരുന്ന പാടെ സംസാരം നിർത്താൻ മിൽച്ചിക്ക് പറയുമ്പോൾ ഹെലീനോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന് ഹെലീനയുടെ ബെനിഫിറ്റ് എടുക്കാൻ നോക്കുമെന്ന് മനസ്സിലാക്കി അവർ എൻ്റെ തലവനാണ്, എന്നാൽ നിങ്ങൾ എൻ്റെ കീഴുദ്യോഗസ്ഥയാണെന്നും അത്തരം ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തിയല്ല നിങ്ങളെ കാണിക്കുന്നതെന്നും പറയുന്നതോടെ ഹെല്ലി ഇറങ്ങിപ്പോകുന്നു മിൽച്ചിക്കിനെ വകവയ്ക്കാതെ. ടോട്ടലി ഒരു ലവ് ഫെയിലിയർ മോഡലിരിക്കുന്ന ഡിലാനെയാണ് തിരിച്ചെത്തുന്ന ഹെല്ലി കാണുന്നത്. മോതിരം കയ്യിൽ വെച്ചേക്കാനും ഇവിടെ കാണുന്ന ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ഇഷ്ടം തോന്നി കൊടുക്കാനുമാണ് ഹെല്ലിയുടെ ഉപദേശം. ഒപ്റ്റിക്സ് ആൻഡ് ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ കുറേ ആടിനെ മേയ്ക്കുന്നവരും അല്ലാതെ വേറെ ആരാണ് ഇവിടെ ഉള്ളത്? എന്തൊക്കെയായാലും ഈ ദിവസം കഴിയുമ്പോൾ നമ്മൾ വേറെ എവിടെയും പോകാനോ ഒന്നും കഴിയാതെ ഇവിടെ തന്നെ ട്രാപ്ഡ് അല്ലേ എന്ന് ഡിലാൻ പരിഭവിച്ചിട്ട് സത്യത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഹെല്ലിയുടെ ഔട്ടി ഇവിടെ ഇന്നികളോടൊപ്പം പ്രവർത്തിച്ചത് വഴി ഉണ്ടായതാണെന്നും കുറ്റപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. ഡിലാന് നല്ല വിഷമം ഉണ്ടായതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ ഹെല്ലിക്ക് തൻ്റെ ഔട്ടിയോട് വീണ്ടും ഏർപ്പ് കൂടാൻ ഇപ്പറഞ്ഞതൊരു കാരണവും. കൊബേലും ഒടുവിൽ സിസിയുടെ കോലാഹലങ്ങളൊക്കെ കണ്ടനുഭവിച്ച് വണ്ടി ഓടിച്ച് മാർക്കിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. മാർക്കിനോട് സുഖവിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ തന്നോട് വിശ്വാസവഞ്ചന കാട്ടിയ ഒരാളുടെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള നല്ല ബോധ്യമുണ്ട് മാർക്കിന്. ഭാര്യ ഒരിടത്ത് തടങ്കലിൽ കഴിയുന്നു. തലയിലെ റോട്ടയിട്ട് സർജറി പാതി വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. വളരെ നല്ല അവസ്ഥയിലാണെന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് കൊബേലിനോട് തട്ടിക്കയറാൻ ശ്രമിക്കുന്നത് കാണുന്നതും ഡിവോൺ അത് നിർത്തിക്കാനായി നമുക്ക് എത്രയും പെട്ടെന്ന് ഇനി ഉണ്ടായിരുന്ന ആ റീട്രീറ്റിലേക്ക് എത്തണമെന്ന് പറഞ്ഞ് ഇടപെടുന്നു. ഇരുട്ടത്ത് പോലും ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണതെന്നും നമുക്ക് വൈകുന്നവരെ കാത്തിരിക്കാമെന്നും അറിയിച്ചിട്ട് കൊബേലിന് മാർക്കിനോടുള്ള ചോദ്യം ആ ഫയൽ ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഏത് ഫയലെന്ന് മാർക്ക് സംശയഭാവത്തിൽ നിൽക്കുമ്പോൾ കൊബേൽ ഉദ്ദേശിച്ച പ്രധാന സമാഹാരത്തെ പറ്റിയാണ്, കോൾഡ് ഹാർബർ. അത് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ജെമ്മ ഇതിനോടകം തന്നെ മരണപ്പെട്ടിട്ടുണ്ടാകാമെന്ന് പറയുന്നത് കേൾക്കുന്ന മാർക്കിന് ട്രിഗറായി അവരെ തെറി പറഞ്ഞ് തിരിച്ചു പോകാൻ ഭാവിക്കുന്നു. കാരണം ഔട്ടി മാർക്കിന് ഇപ്പറഞ്ഞ കോൾഡ് ഹാർബറോ ഒന്നും അറിയില്ല. ജെമ്മ മരിച്ചിട്ടുണ്ടാവുമെന്ന് കൊബേൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുമ്പ് ജെമ്മയുടെ ഡോക്ടർ മവേർ പറഞ്ഞ വാക്കുകളുടെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുള്ള ആ രഹസ്യങ്ങളാണ്. ഈ കാണുന്ന മുറികളൊക്കെയും കയറി കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നുള്ള ജെമ്മയുടെ ചോദ്യത്തിന് മവേർ പറഞ്ഞത് നീ പുറം ലോകത്തെയും പുറം ലോകം നിന്നെയും കാണുമെന്നാണ്. അയാളെ ഉദ്ദേശിച്ചത് ജെമ്മയുടെ മരണമാണെന്ന് ഇപ്പോഴത്തെ കൊബേലിൻ്റെ വാക്കുകളിലൂടെ വെളിപ്പെട്ടിട്ടുണ്ട്. കൊബേൽ എന്നിട്ട് മിൽച്ചിക്കിനെ വിളിക്കാൻ പറയുന്നു. അയാളുടെ ഇന്ന് സുഖമില്ലെന്നും ജോലിക്ക് വരുന്നില്ലെന്നും പറഞ്ഞ് അറിയിക്കാൻ. മിൽച്ചിക്കിന് എന്തെങ്കിലും സംശയം ഉണ്ടായാൽ അയാൾ പിന്നെ നിങ്ങളെ ലൂമനിൽ പൂട്ടിയിട്ടെന്ന് വരാം, പറഞ്ഞില്ലാന്ന് വേണ്ട. മാർക്ക് ഇതെല്ലാം കേട്ട് ഇടഞ്ഞു തന്നെ നിൽക്കുവാണ്. ഇവരീ പറയുന്നതല്ലേ നമുക്ക് വേറെ വഴിയില്ലെന്നും ജെമ്മയ്ക്ക് വേണ്ടി ഇത് ചെയ്യുന്ന ഡിവോൺ മാർക്കിനെ വരുതിയിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഹെല്ലി ഡിലാന്റെ ആ വാക്കുകളൊക്കെ മാറ്റിവെച്ച് ഹോൾവേ പാസ് വഴി അവിടേക്ക് കയറുവാണ്. എവിടേക്ക്? മുമ്പ് ഇർവിങ്ങിന്റെ മെമ്മോറിയൽ നടന്ന ഹോൾവേയിലേക്കുള്ള വഴി എഴുതി വെച്ചിട്ടുള്ള ആ മുറിയിലേക്ക്. ഹെല്ലി ഫോട്ടോ ഫ്രെയിമിന് പിറകിലായി സൂക്ഷിച്ചിരിക്കുന്ന ആ പേപ്പർ എടുക്കുമ്പോൾ ഡിലാൻ അണ്ടിപോയ എണ്ണാനെ പോലെ ലൂമനെയും പ്രായിക്കൊണ്ട് കോറിഡോറിലൂടെ നടന്ന് ഒരു തീരുമാനമെടുത്ത് തിരിച്ചു നടക്കുന്നു. ഹെല്ലി അങ്ങനെ പേപ്പർ എടുത്ത് ഹോൾവേയിലേക്കുള്ള വഴി ഗ്രഹിക്കുമ്പോൾ അത് എഴുതിയ ഇർവിങ്ങോ അയാളുടെ ഓമനപ്പെട്ടിയുമായി ബർട്ടിന്റെ കാറിലും. എങ്ങോട്ടാ പോണെന്നറിയാതെ ഇരിപ്പുള്ള ഇർവിങ്ങിനോട് ബർട്ട് പറയുന്നത് ഞാൻ ആരെയും ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല, ആൾക്കാരെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ച് സഹായിച്ചിട്ടേ ഉള്ളൂ എന്ന്. ഇത് കേൾക്കുന്ന ഇർവിങ് എത്തേണ്ടടുത്ത് എത്തിക്കാനാണോ ഇന്നത്തെ യാത്രയെന്ന് പറഞ്ഞ് പരിഭവിക്കുമ്പോൾ ഈ യാത്രയിൽ ഇർവിങ്ങിനെ സംബന്ധിച്ച് എന്തോ ക്രൂഷ്യൽ പോയിന്റ് വരുന്നുവെന്നാണ് തോന്നുന്നത്. അപ്പോൾ തുടക്കത്തിലെ ഹെലീനയുടെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് നോക്കിയാൽ ബർട്ടിനെ ലൂമൻ തലവൻ അയച്ചതായിരിക്കണം ഇർവിങ്ങിന്റെ അടുത്തേക്ക്. അതിന്റെ ഉദ്ദേശം എന്തെന്ന് അറിയും മുന്നേ ഡിലാന്റെ ആ തീരുമാനം അത് മറ്റൊന്നുമല്ല, റെസിഗ്നേഷൻ, ജോലി രാജിവെക്കുക. ഗ്രച്ചന്റെ ആ വാക്കുകളിൽ മനംനൊന്ത് മിൽച്ചിക്കിന്റെ ഓഫീസിലെത്തി ഇന്നീ റിസൈൻ റിക്വസ്റ്റ് ഫിൽ ചെയ്യുവാണ് ഡിലാൻ. ദേഷ്യവും ഏകാന്തതയും അടക്കം രാജിവെക്കാനുള്ള സകല കാരണങ്ങളിലും ടിക്ക് ചെയ്ത് അയാൾ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെയ്യുന്നത് വളരെ മോശമായുള്ള ഒന്നാണെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടല്ലോ എന്ന് മിൽച്ചിക്കും. ഒട്ടും പിന്നോട്ടില്ലെന്ന പോലെ നിൽക്കുന്ന ഡിലാൻ ഇനി എന്താണെന്ന് ചോദിക്കുന്ന വഴി അയാളുടെ ID കാർഡ് തിരികെ മേടിച്ച ശേഷം ലിഫ്റ്റിനടുക്കലേക്ക് പോയി നിൽക്കാൻ നിർദ്ദേശിക്കുന്നു. ഊരി വെച്ച് തിരികെ പോകുന്ന ഡിലാനോട് അയാളുടെ വിഷമത്തിൽ ക്ഷമ ചോദിക്കുന്ന മിസ് വാങ്ങും നനഞ്ഞ കണ്ണുകളോടെ. നീ വിഷമിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് അയാൾ പറഞ്ഞു പോകുമ്പോൾ ഇതേപ്പറ്റി നോബി മാർക്കോസിനെ ധരിപ്പിക്കുന്ന മിൽച്ചിക്കിന് അയാളിൽ നിന്നും കേൾക്കേണ്ടി വരുന്നത് കടുത്ത വാക്കുകളും. പ്രധാനിയായ ഒരുവനെ കാണാനില്ല, ഇപ്പോഴേ ഇതും. ലൂമനിലെ ഒരു നാഴികക്കല്ലാവേണ്ടിയിരുന്ന ഒരു ദിനമാണെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നിരിക്കുന്നതിന് കാരണക്കാരൻ മിൽച്ചിക്കാണെന്ന് നോബിയുടെ ആരോപണം. ഇത് കേൾക്കുന്ന അയാളുടെ പ്രതികരണമോ ഞാൻ നയപരമായി തന്നെയാണ് പ്രവർത്തിച്ചത്, എന്നിരുന്നാലും നിങ്ങളുടെ സ്പഷ്ടമായ വിരോധത്തെ ഞാൻ മാനിക്കുന്നു. നേരത്തെ തന്നെ ഇമാരി കടിച്ചാൽ പൊട്ടാത്ത വർത്തമാനത്തിന് മിൽച്ചിക്കിന് താക്കീതുള്ളതാണ്. ഇപ്പോൾ ഇത് കേൾക്കുന്ന നോബി കടിച്ചു പിടിച്ചുകൊണ്ട് ഇപ്പറഞ്ഞതിന് മാപ്പ് പറയാൻ പറയുന്നു, ആവശ്യമില്ലാതെ വീണ്ടും കട്ടിവാക്കുകൾ പ്രയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. ഈ ഒരു മൊമെന്റിൽ നമ്മൾ മിൽച്ചിക്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില പെരുമാറ്റമാണ് കാണാവുന്നത്. വീണ്ടും വീണ്ടും മാപ്പ് പറയിച്ചുകൊണ്ടിരിക്കുന്നതും മിൽച്ചിക്കിന്റെ കണ്ണെല്ലാം ദേഷ്യം കൊണ്ട് നിറഞ്ഞിട്ട് കൊണയാടി നിർത്താൻ പറയുന്നതും നോബിക്ക് അത്ഭുതം.
എന്താണെന്ന് നീ പറഞ്ഞു നിൽക്കുന്ന അയാളുടെ മുഖത്ത് നോക്കി നല്ല നാല് പറയുവാണ്. ഞാൻ 7th ഫ്ലോർ കൈകാര്യം ചെയ്ത മാനേജറാണ്. അതിൻ്റേതായ റെസ്പെക്റ്റ് കീഴ് ജോലിക്കാരിൽ നിന്നും കിട്ടേണ്ടതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും കിട്ടേണ്ടത് തന്നെയാണ്. ഈ ഫ്ലോറിന് പുറത്ത് നടക്കുന്നത് എൻ്റെ പ്രശ്നമല്ല. മാർക്ക് പുറത്ത് എന്ത് ചെയ്യുകയാണെന്ന് അറിയേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. ഇതും പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ മിൽച്ചിക്കും ബ്രേക്ക് ഡൗൺ ആവാൻ തുടങ്ങുന്നത് നമ്മൾ കണ്ടിരിക്കുകയാണ്. കുപിതനായി തിരികെ ഓഫീസിൽ നിന്ന് മിൽച്ചിക്ക് കേൾക്കുന്ന ടെലിഫോൺ കോൾ മാർക്കിൻ്റേതാണ്. അയാൾ വേണോ വേണ്ടതെന്ന് അങ്ങനെ നിന്നൊടുവിൽ വിളിച്ചിട്ട് മുമ്പുണ്ടായ നോസ് ബ്ലീഡിംഗ് കാരണം ഒരു ഹോസ്പിറ്റലിലാണെന്നും കുറേ ചെക്കപ്പ് ഉള്ളതുകൊണ്ട് ഇന്ന് വരാൻ കഴിയില്ലെന്നും അറിയിക്കുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന മിൽച്ചിക്കും ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വണ്ടി വിടാമെന്നും ലൂമിൽ നിന്നുള്ള സഹായം നിങ്ങൾക്കുണ്ടാകുമെന്നും ലൊക്കേഷൻ എവിടെയാണെന്നും സംശയിച്ച് ചോദിക്കുന്നത് കേട്ട് മാർക്ക് ഒന്ന് പരിങ്ങി നിന്നിട്ട് ഒടുവിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇന്ന് ജോലിക്ക് വരാൻ പറ്റില്ലെന്ന് പറയുന്നു. കാരണം വീട്ടിലെ കുറച്ച് പരിപാടികൾ. അതാണല്ലോ ലൂമനിലുള്ളത്. ജോലിയും ജീവിതവും ബാലൻസ് ചെയ്യുക എന്നത്. വർക്ക് ജസ്റ്റ് വർക്ക് മാത്രമല്ലേ മിൽച്ചിക്ക്. ഇത് കേൾക്കുന്ന മിൽച്ചിക്കിന് പിന്നെ കുറച്ചു നേരത്തേക്ക് അനക്കമില്ല. അയാൾ മൗനത്തോടെ തിരിഞ്ഞു നിന്ന് ഭിത്തിയിൽ തൂക്കിയിട്ടുള്ള ആ മഞ്ഞമലയുടെ ചിത്രം നോക്കി ചെറുതായി നനഞ്ഞു വരുന്ന കണ്ണുകളാൽ ഇടറി ചോദിക്കുവാണ്, നാളെ നിങ്ങൾ എത്തുമെന്ന് ഞാൻ കരുതിക്കോട്ടെ? ഒരു പാവത്തിനെ പോലെയുള്ള അയാളുടെ പറച്ചിൽ. മാർക്ക് ഇത് കേട്ട് എന്താ ഇങ്ങനെയെന്നുള്ള ഭാവത്തിൽ തീർച്ചയായും ഞാൻ നാളെ വരുമെന്നൊക്കെ സമാധാനപ്പെടുത്തുന്ന പോലെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. ഇത്രയും കാലത്തിനുള്ളിൽ മിൽച്ചിക്കിനെ ഇങ്ങനൊരു രീതിയിൽ കാണുന്നത് ആദ്യമായാണ്. അയാൾക്കുള്ളിലും എവിടേക്കോ ഒരു നല്ല വിഷമുണ്ട്. നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ബർട്ട് ഇർവിങ്ങിനെയും അയാളുടെ നായയും കൊണ്ടുവന്നിട്ടുള്ളത് അവിടേക്കാണ്. ഒരു ലോങ് യാത്രക്കുള്ള ടിക്കറ്റ് എടുത്ത് ഇർവിങ്ങിന് കൊടുത്തിട്ട് പറയുവാണ്, നിങ്ങൾക്കിത് വെച്ച് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാം, ഏത് സ്റ്റോപ്പിൽ വേണമെങ്കിലും ഇറങ്ങാം. എവിടെ ഇറങ്ങുന്നത് എനിക്കറിയാനേ കഴിയില്ല. എന്തായാലും ഇനി തിരികെ എവിടേക്ക് വരരുത്, മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇത് ഇർവിങ്ങിൻ്റെ അവസാനമാണോ? ഈ റൈഡപ്പോൾ ഒരു യാത്രയയപ്പനായതെന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഇർവിങ് ഇവിടെ വെച്ച് ഒടുവിൽ ബർട്ടിനോട് ഇപ്പോൾ തോന്നിയിട്ടുള്ള ആ ഒരു അഫക്ഷനെ പറ്റി തുറന്നു പറയുവാണ്. സ്വയം മോശമെന്ന് കരുതിയിരുന്ന ബർട്ട് ഗുഡ്മാൻ ഒരു നല്ല മനുഷ്യനാവാനുള്ള പ്രതീക്ഷയിലാണ് ഈ സെവേർഡ് പ്രൊസീജിയറിന് മുന്നിൽ കീഴടങ്ങിയത്. ആ നിഷ്കളങ്ക വെർഷനെ മുന്നിൽ നിൽക്കുന്ന ഇർവിങ്ങിൻ്റെ ഇന്നി ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നങ്ങനെ ബർട്ട് പറഞ്ഞു നിൽക്കുമ്പോൾ ഇർവിങ് അതെങ്ങനെയെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നും എൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾ വേണമെന്നും ഒക്കെ പറഞ്ഞു നിൽക്കുന്നതിലും ഉള്ളിൽ നല്ല വിഷമത്തോടെ തന്നെ ബർട്ട് എനിക്ക് കഴിയില്ലെന്നും പോകാനും പറഞ്ഞ് ഗുഡ് ബൈ കൂട്ടുകാരാന്ന് പറഞ്ഞ് യാത്ര അയക്കുന്നു. ബർട്ടിനോട് ഇർവിങ്ങിന് ലൂമനകത്തുള്ള സ്നേഹത്തെപ്പറ്റി സംസാരിച്ച് ഇപ്പോൾ പുറത്തും അതേ അവസ്ഥ വന്ന പോലെ. അങ്ങനെ അയാൾ ഓമനപ്പട്ടിയുമായി പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുന്നതും നേരത്തെ ഡിലാൻ ലൂമിൽ നിന്ന് വിട പറയുന്നതായി കാട്ടിയപ്പോൾ ഇപ്പോൾ ഇർവിങ് ആ നാടിനോടെ വിട പറയുന്ന സാഹചര്യം ഈ എപ്പിസോഡിൽ മൊത്തം പ്രശ്നമാണല്ലോ. ലിഫ്റ്റ് വരാൻ കാത്തു നിൽക്കുന്ന ഡിലാനെ കൂടാതെ വേറൊരാളും ലൂമിനോട് യാത്ര പറയുവാണ്, മിസ് വാങ്. ഫെലോഷിപ്പ് പൂർത്തിയാക്കി പാവം ഇനി എംപതി സെൻറ്ററിലേക്ക് പോവുകയാണ്. ലൂമിൻ്റെ മിനി ബസ്സിൽ കയറി സ്വന്തം കുടുംബത്തോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റാതെ. വാങ്ങിൻ്റെ കാര്യത്തിൽ ഇത് തീർത്തും ഒരു ക്രൂവൽ ലൈനാണ്. ലിഫ്റ്റ് എതാ വന്നതിൽ കയറി ഡിലാനും വിട പറയുവാണോ ഇനി? ഇർവിങ്ങും ട്രെയിനിലിരുന്ന് അകലുമ്പോൾ 3 പേരുടെ പ്ലസ് 4 പേരുടെ യാത്രയപ്പ് ഈ ഒരു ഒറ്റ എപ്പിസോഡിൽ. നേരെ വിരിട്ടുന്നതുവരെ കാത്തിരുന്ന മാർക്കും ഡിവോണും കൊബേലിൻ്റെ ട്രക്കിൽ കയറി ഡമോണ ബർത്തിങ് റീറ്റിലേക്ക് പോകുമ്പോൾ മുമ്പ് കൊബേൽ ഒളിച്ചിരുന്ന പോലെ മാർക്ക് പിറകലായി മറഞ്ഞിരിക്കുന്നു. അങ്ങനെ മറ്റൊരു രാത്രിയിൽ പുതിയ പ്ലാനുമായി കൊബേൽ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ ലൂമനിൽ ഇനിയും പോകാതിരിക്കുന്ന ഹെല്ലി അവൾ ഹോൾവേയിലേക്കുള്ള വഴി മനഃപ്പാടമാക്കാൻ ശ്രമിക്കുമ്പോൾ ഹോൾവേ എലിവേറ്ററിൽ നിന്നും ഇറങ്ങി വരുന്നൊരു പുതിയ ടെസ്റ്റ്. ഇറങ്ങി വന്ന് ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന ഹെല്ലിയെ നോക്കുന്നത് മറ്റാരുമല്ല, ജെയ്മി ഈഗൻ. നീ എന്നെ പറ്റിച്ചു ഹെല്ലി എന്ന് പറയുന്നതും ഞെട്ടിത്തിരിഞ്ഞ് നോക്കുന്ന ഹെല്ലിയും. അപ്പോൾ ജെയ്മി ഈഗന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല മുമ്പ് ഇതേപോലെ ഒരവസരത്തിൽ മാർക്കിനെ ദൂരെ നിന്ന് നോക്കുന്നതായി അവ്യക്തമായി കണ്ടതും ഇയാളായിരിക്കാം. ലൂമനിൽ വല്ലാത്തൊരു വഴിത്തിരിവ് ഉണ്ടാകുമ്പോൾ റീട്രീറ്റിലേക്കുള്ള കവാടത്തിന് മുമ്പിലായി നിൽക്കുന്ന സെക്യൂരിറ്റിയോട് കോട്ടേജ് 5-ൽ പോകുവാന്ന് പറയുന്നതിലും മുൻകൂട്ടി ആരും പറഞ്ഞിട്ടില്ലെന്ന് അവരും. സെക്യൂരിറ്റിക്ക് തീർച്ചയായും കൊബേലിനെ അറിയാമെന്നുള്ളത് അവിടെ മുഖത്ത് പ്രകടമാണ്. ജെയ്മി ഈഗൻ്റെ ആളാണ് ഡിവോൺ എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി ഒന്ന് നോക്കുന്നു. ഡിവോണാകട്ടെ പ്രഗ്നൻ്റ് എന്ന പോലെയുള്ള ഇരിപ്പും വയറും പിടിച്ചുകൊണ്ട്. തുടർന്ന് കൊബേൽ മാർഷ വൈറ്റ് 9th ഫ്ലോർ സ്വർണ്ണ വിരലുറ എന്ന് പറഞ്ഞ് കയറി പോകുമ്പോൾ അതൊരു പാസ്വേഡാണെന്ന് തോന്നുന്നു. ഡിവോണിനെ പ്രഗ്നൻ്റ് ആക്കി കാട്ടി ഇത് ജെയ്മിയുടേതാണെന്ന് പറഞ്ഞതിന് അർത്ഥം എന്തായിരിക്കും? ഇനി ലൂമൻ CEO ഒരു സ്ത്രീ ലംബടനോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി പലരെയും ജനിപ്പിക്കുന്ന ആരെങ്കിലും ആണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായാലും ഫൈനലി ആ കോട്ടേജിലേക്ക് കയറുന്നതും ഇന്നിമാർക്ക് ആക്റ്റീവ് ആയിട്ടുണ്ട്. മുമ്പിൽ നിൽക്കുന്നത് ഡിവോണും. മുമ്പും അവസാനമായി ഡിവോണെ ആയിരുന്നല്ലോ കണ്ടത്. ഒന്നും മനസ്സിലാവാതെ പുറത്തേക്ക് ഇറങ്ങാൻ തിരിയുന്നതും ഡിവോൺ നീ പോയാലും ഔട്ടി തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ കയറ്റി വിടത്തേയുള്ളൂ എന്നും പറഞ്ഞ് ശാന്തനാക്കാൻ ശ്രമിച്ച് എന്താ നടക്കുന്നതെന്ന് നിൽക്കുന്ന മാർക്കിനോട് കൂടെ വരാൻ പറഞ്ഞ് മുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോഴാവട്ടെ അവിടെ ഹാർമണി കൊബേൽ ആളിക്കത്തുന്ന തീയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഷാർപ്പായി നിൽക്കുന്നു. മുകളിൽ സോബ്രോൺ സൈയൊക്കെയുണ്ട്. പരിഭ്രമിച്ച് നിൽക്കുന്ന മാർക്കിനോട് ഡിവോണിൻ്റെ ചോദ്യം, നീ എന്നോടന്ന് അവസാനമായി പറഞ്ഞത് ഓർമ്മയുണ്ടോ? മാർക്ക് കൊബേലിനെ നോക്കി പതിഞ്ഞ സ്വരത്തിൽ അവൾ ജീവനോടുണ്ട് എന്ന് പറയുന്ന ആ മൊമെൻറ്റിൽ ദ ആഫ്റ്റർ അവേഴ്സ് എന്ന ഈ എപ്പിസോഡിന് ഒടുക്കമാവുമ്പോൾ ഇനി ശേഷിക്കുന്നത് ഒരൊറ്റ എപ്പിസോഡും കൂടി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മൊമെൻറ്റുകളായിരുന്നു ഈ എപ്പിസോഡിൽ പലയിടത്തും ഉണ്ടായിരുന്നത്. ഡിലാൻ്റെയും ഇർവിങ്ങിൻ്റെയും ഹാങ്ങിൻ്റെയും മടക്കയാത്ര ഉൾപ്പെടെ മിൽച്ചിക്കിൻ്റെ എതിർത്തുള്ള സംസാരം, ജെയ്മി ഈഗൻ്റെ അപ്രതീക്ഷിതമായ എൻട്രി,
എല്ലാം നമ്മൾ സാക്ഷ്യം വഹിച്ചപ്പോൾ ഹാർമണി കോവിലിന്റെ ചില പെരുമാറ്റങ്ങളിൽ എന്തൊക്കെയോ നിഗൂഢതയുണ്ട്. അവരൊടുവിൽ സെക്യൂരിറ്റിയോട് പറയുന്ന പാസ്വേഡ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? മാർഷ വൈറ്റ് 9th ഫ്ലോർ ഗോൾഡൻ തിമ്പിൾ. ഇത് സത്യത്തിൽ പണ്ടിറങ്ങിയ ദ ട്വിലൈറ്റ് സോൺ എന്നൊരു സയൻസ് ഫിക്ഷൻ സീരീസിന്റെ റെഫറൻസ് ആണ്. അതിലും ഈ എപ്പിസോഡിന്റെ അതേ പേരിലുള്ള ഒരു എപ്പിസോഡുണ്ട്, ദ ആഫ്റ്റർ അവേഴ്സ്. അതിൽ മിസ് മാർഷ വൈറ്റ് എന്നൊരു സ്ത്രീ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെത്തി ഒരു പർച്ചേസ് നടത്തും. ഒരു സ്വർണ്ണ വിരലുറ മേടിക്കും, അതും 9ാം നിലയിൽ നിന്ന്. എന്നാൽ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ ഒറ്റയ്ക്ക് ലിഫ്റ്റിൽ കയറുമ്പോഴാണ് 9th ഫ്ലോറിലേക്ക് എത്തുക. ആ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ സത്യത്തിൽ 9ാം നില എന്നൊന്നില്ല. ഒടുവിൽ മാർഷ വൈറ്റ് തിരിച്ചറിയുന്നു താൻ മനുഷ്യനല്ലെന്നും കടകളിലെ ഡിസ്പ്ലേയിൽ വയ്ക്കാറുള്ള ഒരു ബൊമ്മ രൂപമാണെന്നും 1 മാസത്തേക്ക് മനുഷ്യനായി ജീവിക്കാൻ അവസരം ലഭിച്ചതായിരുന്നുവെന്നും. മറ്റൊരു ഫൺ ഫാക്ട്, ദ ട്വിലൈറ്റ് സോണിൽ ഇത് കഴിഞ്ഞെത്തുന്ന എപ്പിസോഡിന്റെ പേരോ ദ മൈറ്റി കേസി. സെവറൻസ് ഇനി ഈ സീരീസുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോയെന്നറിയില്ല. എന്തായാലും രഹസ്യങ്ങളുടെ ചുരുൾ അഴിയുമോ അതോ പുതിയ നിഗൂഢതകളുടെ തലങ്ങളിലേക്ക് ഈ സീരീസ് കടക്കുമോ എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അണ്ടിൽ ദെൻ എൻജോയ്.